അവിടെ കിട്ടും. വരൂ. അവിടെ കിട്ടും. വരൂ. ഞാൻ 10 ഡിഗ്രി പഠിക്കണം. മനോഹരന്റെ അമ്മയാണ്. വാവരിക്കൂല കിടക്കാൻ തൊട്ടി കയറിട്ട് വന്ന് കൊണ്ടുവന്നിട്ടില്ല. മാഷി കൊച്ചിനോട് പറഞ്ഞെന്ന് പറഞ്ഞ അമ്മേനെ വിളിച്ചിട്ട് വന്നിട്ട് സ്കൂളിൽ കയറിയാൽ മതി. എന്താണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയവൻ? മനോഹരൻ ഈ സ്കൂളിൽ പ്രശ്നം ഉണ്ടാക്കിയ ഒരു 1500 കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഈ 1500 കുട്ടികൾ ഇത്രയും മെനകെട്ട അത് ഞാൻ കാലത്ത് കൊച്ചിന് കട്ടൻ ചായയിൽ ഹോർലിക്സിട്ട് കൊടുക്കും. 10 മണിക്ക് പുട്ടും മുട്ടക്കറി, ഉച്ചക്ക് ചോറ് മീൻ വറുത്തത്, വൈകുന്നേരം 3 മണിക്ക് ചായ, ചെറുകടി, രാത്രി കഞ്ഞി, ചുട്ട പപ്പടം. ഇത്രയും കൊടുത്താണ് ഞാൻ എന്റെ കൊച്ചിനെ വളർത്തുന്നത്. അവനെ ഇതൊന്നും കൊടുത്തല്ല വളർത്തുന്നത്. നല്ല പച്ച പുല്ലാണ് കൊടുക്കാനായിട്ട്. കാര്യം പറയലോ, മനോഹരനെ പോലൊരു കുട്ടിയെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. വേണ്ട മശകൾ ചീസയും കൊടുത്ത് വിട്ടേക്ക്. എന്തിനാണ് നമ്മുടെ സ്കൂളിൽ വെറുതെ ചീത്തപ്പേരുണ്ടാക്കി ഇങ്ങനെ കുറെ എണ്ണം? പറഞ്ഞത് അല്ല, മനോഹരനെ പോലെ വേറെ ഏതാണ്ട് ഒരു കൊച്ചുണ്ടെന്ന് പറഞ്ഞു. മനോഹരനെ പോലെ വേറെ കൊച്ചിന്റെ കാര്യമല്ലേ പറഞ്ഞത്? മനോഹരന്റെ കാര്യം, നിങ്ങളുടെ കൊച്ചിന്റെ കാര്യം പറഞ്ഞത്. അവനെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അതിന് വേണ്ടി എന്ത് തെറ്റാണ് മാഷ് എന്റെ മോൻ ചെയ്തത്? അതിന് മാത്രം എന്ത് ശരിയാണ് അവൻ ചെയ്തിരിക്കുന്നത്? അവൻ ചെയ്തിരിക്കുന്നത് മൊത്തം തെറ്റാണ്. ഇന്ത്യ ലോക മഹായുദ്ധത്തിന് ചുക്കാൻ പിടിച്ച പട്ടാളക്കാരുടെ പേര് വെച്ചപ്പോഴേ മേജർ മഹാദേവൻ എന്ന്. അതവനെ അറിയാൻ പാടില്ല. ചുക്കാൻ സിനിമ ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇത് ആരോടാണ് ഞാൻ ഈ പറയണത്? സ്കൂളിന്റെ പടി പോലും കാണാത്ത അമ്മമാരാണ് മക്കൾക്കുള്ളത്. ഞാനും സ്കൂളിലൊക്കെ പോയിട്ടുണ്ട് മാഷെ. ഞാനും വരെ ഞാനും പഠിച്ചിട്ടുണ്ട്. എന്നാലും മാഷെ എന്തിന്റെ പേരാണ് മാഷി ക്ലാസ്സിൽ പുറത്താക്കിയെന്നൊന്ന് പറയും. മനോഹരൻ ക്ലാസ്സിലിരുന്ന് ചുമച്ചു. എന്റെ ദൈവം തമ്പുരാനെ, എന്റെ മകളുടെ ചുമച്ചാണ് ഈ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടത്. അങ്ങനെ ചുമ്മാ ചുമച്ചാൽ പുറത്തോടില്ല. എന്റെ ക്ലാസ്സിലിരുന്ന് വീഡിയോ വലിച്ച് ചുമച്ച ആരാണ് ഞാൻ ബസ് കൊടുക്കും? തണുത്തിട്ടായിരിക്കും മാഷെ. തണുത്തിട്ടായിരിക്കും. അപ്പൊ തണുക്കുമ്പോ വീഡിയോ വലിക്കണ ഞങ്ങൾ കാണാറുണ്ടല്ലോ. ഇതുപോലൊരു കഴിവുകളുടെ കൊച്ചുണ്ടല്ല ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കണ്ടത്. എന്റെ മോന്റെ കഴിവാണെങ്കിൽ മാഷികൾ തട്ടുമ്പുറത്തൊന്ന് കയറി നോക്ക്. എന്തിനാണ് തട്ടുമ്പുറത്ത് വരുന്നത്? അവന്റെ കഴിവ് തന്നെയുണ്ടല്ല. ഈ സ്കൂളിൽ മൂത്രപ്പിരി ഒന്ന് നോക്കിയാൽ മതി. ചുമരുമുണ്ടല്ല എന്തോരം പെമ്പിള്ളേരെ ഫോട്ടോ നമ്പർ വെച്ചിരിക്കുന്നത്. ഒരുപാട് നമ്പറുണ്ട്. ഈ നമ്പർ ഏത് നമ്പർ വിളിച്ചാൽ? അല്ല മാഷെ, ഞാൻ കൊച്ചിനോട് വീട്ടിൽ ചെല്ലുമ്പോ പറയാ, വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ഇതൊക്കെ ഇന്ന് തന്നെ ഉറപ്പായിട്ടും പറയാം. അങ്ങനെ പറയരുതെന്ന്. ഞാൻ എത്ര വട്ടം നിങ്ങളുടെ ഫോണിൽ വിളിച്ചു. നിങ്ങളുടെ ഫോൺ എടുക്കാണ്ടിരുന്നത്? അത് പിന്നെ ചേട്ടൻ കൂടെ ഉള്ളപ്പോ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല. ഞാൻ തിരിച്ചു മാഷ് ഫോൺ എടുത്തില്ല. ഞാൻ ഫോൺ നോക്കില്ല. ഉച്ചന്ന് വെച്ചിട്ടുണ്ട് വാട്സപ്പ്. അയ്യാതെ നിങ്ങളോട് ശൃംഖരിക്കുന്നവരല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മോൻ മനോഹരൻ ഈ സ്കൂളിൽ എന്തുമാത്രം പ്രശ്നങ്ങളാക്കണമെന്ന് അറിയാമോ? അതിനുവേണ്ടി ഒരു മീറ്റിങ്ങിനെ വിളിച്ചത്. നിങ്ങൾ എന്തുകൊണ്ട് മീറ്റിംഗ് വന്നില്ല? അങ്ങനെ ഞാൻ കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കണ്ട. ഞാൻ മാഷിനെ വല്ല മീറ്റിങ്ങിന് വിളിക്കലുണ്ടാ. പിള്ളേരെ ഇതൊക്കെ ഉണ്ടാക്കും. ഇതൊക്കെ ഒരു തഞ്ചത്തിലും മയത്തിലും പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെയാണ് മാഷിന്മാരി. നിങ്ങൾ പോട്ടെ. കഴിഞ്ഞ മാസം ഒരു ഡിഒ കാണാൻ വേണ്ടി വന്നു. നിങ്ങളുടെ കൊച്ചു വന്നില്ല. മാഷിന്റെ കൂട്ടുകാർ കാണാൻ വന്നത് എന്റെ മകനെന്തിനാ സ്കൂളിലോട്ട് വന്നത്? ഡിഒ എന്റെ കൂട്ടുകാരനാ. പിന്നെ ഒരു മാമല്ലയാണ്. എന്റെ മകനെ കുറിച്ച് ജാതകം എഴുതുന്ന കാണിയാൻ പറഞ്ഞേക്കണെന്ന്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ നാടിന്റെ ഭരണചക്രം തിരിക്കുന്നതിനായിരിക്കും. അറിയോ? ഭരണചക്രം തിരിക്കുന്നല്ലേ പറഞ്ഞത്? അല്ല സ്കൂട്ടറിന്റെ ചക്രം ഊരുകൊണ്ടോ പറഞ്ഞില്ല. 10 ചക്രം ഊരുകൊണ്ടായിരുന്നു. അറിയാമോ? അത് വീട് വലിക്കാൻ കാശില്ലാന്നിട്ടായിരിക്കും. പക്ഷേ ചക്രമാണ് കൊണ്ടുപോകുന്നത്. ഞാൻ ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. എന്നെ ബഹുമാനിക്കണം. എന്നിട്ട് അവന് ഈ കഴിഞ്ഞ ദിവസം കാണിച്ചെന്നറിയുമോ? എന്താണ്? എന്റെ അടുത്തൊന്നും പറയണു. മാഷെ എനിക്ക് വീട് വലിക്കാനാണ് തീപ്പെട്ടി തരുമെന്ന്. ഞാൻ ചോറെടുത്ത് 2 പൊട്ടികളെ ഓടിച്ചില്ലേ? ഇത്രയും ശമ്പളം മേടിക്കണം മാഷിന്റെ കയ്യിൽ. തീപ്പെട്ടി ഉണ്ടാവില്ല, ലൈറ്റർ ഉണ്ടാവില്ല. ഇവരെന്താ ആലോചിക്കാൻ? ലൈറ്റർ ചോദിക്കാൻ ഞാൻ അവന്റെ ടീച്ചർ അതല്ല മാഷെ. എന്റെ മോൻ പഠിച്ചൊരു ഡോക്ടറായി കണ്ടിട്ട് മരിക്കുമെന്ന മാഷന്റെ ഏറ്റവും വലിയ ആഗ്രഹം. തനിക്ക് മറന്നില്ലു മാഷെ. എന്റെ മോനെ ഈ സ്കൂളിൽ തന്നെ പഠിപ്പിക്കണം. അവൻ ഈ സ്കൂളിനെ കുറിച്ച് പറയുമ്പോ 100 നാക്കാണ്. ഈ സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ 100 നാക്കാണ്. അവനോട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ സ്കൂളിന്റെ പേര് ചോദിക്കും. പേര് കേട്ടാൽ എപ്പോൾ തന്നു പറയും. കൊച്ചു വർത്താനം പറഞ്ഞ പെമ്പിള്ളേരെ കൊണ്ടിട്ട് മാഷെ തല നിറച്ച് പേരാണ് സ്കൂളിന്റെ പേര് ഞാൻ പറഞ്ഞു പറയുന്നത്. മാഷ സ്കൂളിന്റെ പേര് പറഞ്ഞു. ഞാൻ അവനെ പഠിപ്പിക്കാം. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇത്രയോ ഇത് ഞാൻ പഠിപ്പിക്കൂലേ? ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. സെക്കൻഡറി സ്കൂൾ പറയാം. പക്ഷെ അത് കൊച്ചിനെ എല്ലാവരും തല്ലിയ സഹായിക്കൊക്കെ ചെയ്യുമ്പോൾ ടെൻഷന്റെ പുറത്ത് കുറച്ച് വീട് വലിച്ചു പോകുന്നതാണ്. പറയാം മാഷെ. എന്റെ ദൈവമേ, ഇങ്ങനെയുള്ള ഓരോരുത്തരും വന്നു. മാഷെ, മാഷിന്റെ കയ്യിലൊരു സിഗരറ്റ് എടുക്കാനുണ്ടാവും. അത് മാഷെ ക്ലാസിക്കറ്റിൽ ഞാൻ ചെന്നപ്പോ അവന് ഭയങ്കര സന്തോഷം.